സംസ്ഥാനത്ത് ഉഷ്ണ തരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത തുടരുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് ജില്ലാ കളക്ടർമാരുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, മുഖ്യമന്ത്രിയാണ് ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രദേശങ്ങളിലേക്ക് കാര്യമായി പോകുന്നുണ്ടോ? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നേരിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വീഡിയോ കോൺഫറൻസിംഗ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറേറ്റുകളിൽ ഈ വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായ നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി, ആരോഗ്യവകുപ്പ് വഴി, വിവിധ വകുപ്പുകൾ വഴി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ പറയുന്ന 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ വെയിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പൊതുജനങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഈ കുടിവെള്ള സൗകര്യം ഉറപ്പാക്കുക, ഒപ്പം തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം നൽകുക, തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം തൊഴിലെടുക്കുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തുക. ഈ കാര്യങ്ങൾ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് അത്തരമൊരു നിർദ്ദേശം ഈ തൊഴിൽ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 11 മണിക്ക് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രതിനിധികളെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനമായും വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ ഈ താപതരംഗത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഈ പ്രതിഫലനം ഉണ്ടാവുക എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വെയിലുള്ള സമയങ്ങളിൽ അസംബ്ലി ഒഴിവാക്കണം, ഒപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പുറത്തുവിടുന്ന സമയങ്ങൾ അവരെ ഈ വെയിലുള്ള സമയത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങി എല്ലാ ക്ലാസ് മുറികളിലും കുടിവെള്ള സൗകര്യം ഉറപ്പാക്കുക തുടങ്ങി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 32 ഡിഗ്രിയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന താപനില, കൂടിയ താപനില. ഇത് വരും സമയങ്ങളിൽ കൂടുതലായി 3 ഡിഗ്രി വരെ കൂടുതലായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതേ തുടർന്നാണ് കർശനമായ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും കൃത്യമായ മുന്നറിയിപ്പുകൾ കൃത്യമായ ജാഗ്രത അല്ലെങ്കിൽ ഇത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടവുമായി ഇപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് നടത്തുകയും ചെയ്യുന്നത്. ശരത്, ഇപ്പോൾ ഷഹീദിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ മുൻ മേധാവി ഡോക്ടർ KG താര ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി KG താര, ഈ ഉഷ്ണ തരംഗമുണ്ടാകും സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ എന്ന ശക്തമായ മുന്നറിയിപ്പ് നിൽക്കുന്നു. അതേ തുടർന്നുള്ളൊരു ജാഗ്രത ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുമുണ്ട്. എത്രമാത്രം കരുതലോടെ വേണം യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തെ നേരിടാൻ? ഇത് ശരിക്ക് നമ്മൾ എപ്പോഴും എല്ലാ തവണയും നമ്മൾ ഈ ചൂട് കൂടുമ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രം നൽകി നമ്മൾ അതിനകത്തേക്ക് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. അത് ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയും പുറത്തിറങ്ങി പണി ചെയ്യുന്ന തൊഴിലാളികൾ, പിന്നെ ഈ എന്താണ് ഈ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാൻ സാധ്യതയുള്ള ഇത്തരം ജോലിക്കാർ, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുകയും പിന്നെ അവർ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിലുള്ള ജാഗ്രതകൾ മാത്രമേ നമ്മൾ സർക്കാർ ഇപ്പോൾ നൽകുന്നുള്ളൂ. അതിന് കൂടാതെ ചെയ്യേണ്ട ഒരു ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ സ്കൂൾ കുട്ടികൾ ഇപ്പോഴും പോകുന്നത് ഈ യൂണിഫോം, പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകുന്നത് ഈ സോക്സും ഷൂസും ടൈയും എല്ലാം ധരിച്ചിട്ടാണ്. അതുപോലെ യൂണിഫോമിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ട്രാഫിക് പോലീസുകാരെന്ന് പറയുന്നത്. അവര് രാവിലെ മുതൽ രാത്രി വരെ അവർ ഈ ചൂട് അല്ലെ വൈകുന്നേരം വരെ അവർ ഈ ചൂട് കൊണ്ട് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അത് യൂണിഫോമിനകത്ത് നിന്ന് അവർ വീർപ്പ് മുട്ടുകയാണ്. അതുപോലെ തന്നെയാണ് പോലീസുകാർ, അതുപോലെ തന്നെയാണ് നഴ്സുമാര്, ഡോക്ടർമാര്. ഇത് നമ്മൾ പുറം രാജ്യ വക്കീലന്മാര്, കോടതിയിലെ വേഷവിധാനങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പുറം രാജ്യത്തെ ഈ വേഷവിധാനങ്ങളാണ് ഈ കോട്ടും ഇതൊക്കെ. ഡോക്ടർക്ക് ഒരു കോട്ട് അല്ലെങ്കിൽ നഴ്സിനൊരു കോട്ട്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും, ഈ നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. ഇത് കാരണം ഒരുപാട് മരണസംഖ്യ ഒരുപാട് വർദ്ധിക്കും. അത് ദയവായിട്ട് സർക്കാർ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുക. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സമയക്രമീകരണം ഉടനടി മാറ്റേണ്ടതാണ്. അവർക്ക് 8 മുതൽ 11 മണി വരെയുള്ള സമയം കുറച്ച് നമ്മളൊന്ന് ബുദ്ധിമുട്ടണം ഈ സമയമൊക്കെ ക്രമീകരിക്കണമെങ്കിൽ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത്. രണ്ടാമത് ഈ പരീക്ഷ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. ഏപ്രിൽ മെയ്യിലൊക്കെ കൊടും ചൂടാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് പരീക്ഷകൾ പുനഃക്രമീകരിക്കണം അതിന്റെ സമയം. പിന്നെ അതുപോലെ യൂണിഫോംഡ് ഈ ഫോഴ്സിന് ഈ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാം എന്നുള്ള ഒരു നിയമം തന്നെ ഈ ഡോക്ടർമാർക്കും
മറ്റേ നഴ്സുമാർക്കും ഒക്കെ ഈ കോട്ടില്ലെങ്കിൽ തന്നെ ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഇട്ടാൽ തന്നെ ഡോക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് ഇത്തരം യൂണിഫോമുകൾ ഈ സമയത്തെങ്കിലും നമ്മൾ മാറ്റാൻ ഒരു നിർദ്ദേശം നൽകണം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും ഇപ്പൊ പാലക്കാടിൽ ഇന്നലെ ന്യൂസിൽ തന്നെ പല ന്യൂസ് ചാനലുകൾ വന്നിരുന്നു. പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അറിഞ്ഞില്ല ഇത്രയും ചൂട് കൂടിയത് എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുന്നത് കേട്ടു. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ ചാനൽ ചർച്ചകളും ചാനലിൽ വരുന്ന ന്യൂസുകളും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും സമയം ഉണ്ടാവില്ല, സൗകര്യവും ഉണ്ടാവില്ല. അപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇത്തരം സൂചനകൾ കൊടുക്കാനായിട്ട് നമ്മളിപ്പോ BSNL, എയർടെൽ അല്ലെങ്കിൽ ബാക്കി വോഡഫോൺ ഇത്തരം ഇതിന്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരം അലർട്ടുകൾ ഉടനടി നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഫ്രീ ആയിട്ട് എത്രയോ പരസ്യങ്ങൾ വരുന്നു. അപ്പൊ ആ പരസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എല്ലാവരുടെയും ഈ കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇത് സൂചനകൾ മലയാളത്തിൽ കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ ഈ അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരമാണ് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ, അതായത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നത്. 2016 ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാരും ഇതുപോലെ തന്നെ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയുണ്ടായി. ആ പ്ലാൻ ദുരന്തമായിട്ട് ഇപ്പൊ പോലും നമ്മൾ ഈ അത്യുഷ്ണത്തിനെ കണക്കാക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആക്ഷൻ പ്ലാനിൽ പറയുന്നത് ഓരോ സംസ്ഥാനത്തെയും ദുരന്ത നിവാരണ അതോറിറ്റി അതാത് സംസ്ഥാനങ്ങളിലെ ചൂട് നിയന്ത്രിക്കാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എന്നാണ് 2016 പറഞ്ഞതാണ്. ഇപ്പൊ പോലും നമുക്ക് സംസ്ഥാനത്ത് അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഏറ്റവും അടിയന്തരമായിട്ട് ഇവരെ എല്ലാം വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഇപ്പോ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് നമ്മൾ ഈ ജലം കൊടുക്കുകയും ഈ സംഭാരം കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്, NGOമാരുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം അവരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഈ ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് സൗജന്യമായിട്ട് ഈ വഴിപോക്കർക്ക് ഈ നടന്നു പോകുന്ന ആളുകളുണ്ട്, ഈ കാറിൽ ഒന്നും പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ, എയർ കണ്ടീഷണർ ഇല്ലാത്ത ആളുകൾ, അവർക്ക് ഈ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവര് വളരെ സന്തോഷപൂർവ്വം അവര് സൗജന്യമായിട്ട് തന്നെ ചെയ്യും, സർക്കാരിന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. കൂളിംഗ് സെന്റേഴ്സ് ഉണ്ടാക്കുക, അത് പല നഗരങ്ങളിലും ചെയ്യുന്നുണ്ട്. കൂളിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ ചാക്ക് കൊണ്ട് ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഈ തൊഴിലുറപ്പ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, ട്രാഫിക് പോലീസിനൊക്കെ കയറി നിൽക്കാൻ ഈ പല സ്ഥലത്തും ഒരു തണൽ മരം പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നനഞ്ഞ ചാക്കുകൊണ്ട് ഇത്തരം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്, നമ്മൾ ബാരിക്കേഡുകൾ VIP വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയുള്ള ഒരു സംവിധാനം മാത്രമാണ് ഈ ചൂട് പ്രതിരോധിക്കാനായിട്ട്. ഈ ചൂട് കാലാവധി കഴിയുന്നവരെ ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നതിന് പകരം 11 മണി മുതൽ 2 മണി വരെ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം മാത്രമായിട്ട് ചുരുങ്ങി പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക്. വളരെ വ്യക്തമാണ് ഡോക്ടർ KG താര താങ്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. കൊടും ചൂടുള്ള മണിക്കൂറുകളിൽ പുറത്തിറങ്ങരുത് എന്ന പതിവ് നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് അടിയന്തരമായി ചെയ്യേണ്ടുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അത് തൊഴിലാളികൾക്കായാലും അതുപോലെ തന്നെ മറ്റ് സർക്കാർ പോലീസ് അടക്കമുള്ള സർക്കാർ ജീവനക്കാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും ഒക്കെ അക്കാര്യങ്ങളിലേക്കൊക്കെയാണ് സർക്കാരിൻ്റെ ശ്രദ്ധ പോകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ IMAയുടെ ഡോക്ടർ സുൽഫി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ സുൽഫി, ഇത് ആരോഗ്യപരമായ മറ്റൊരു വലിയ ഭീഷണി ഉള്ള കാലം കൂടിയാണ്. അത്യുഷ്ണം, കൊടും വരൾച്ച, അതുപോലെ തന്നെ ഉഷ്ണതരംഗം പോലെയുള്ള പ്രതിഭാസങ്ങളുടെ വരവ്, ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യപരമായി എന്തെല്ലാം കരുതലാണ് വേണ്ടത്? തീർച്ചയായിട്ടും ഈ അത്യുഷ്ണം നമ്മൾ കേരളത്തിലാകെ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇതൊരു വിവാദങ്ങളുടെയോ അല്ലെങ്കിൽ കോമ്പറ്റീഷന്റെയോ അല്ലെങ്കിൽ പരസ്പരം ആരോപണങ്ങളുടെയോ പ്രത്യാരോപണങ്ങളുടെയോ ഒന്നും കാലമല്ല. നമുക്ക് കുറച്ചുകൂടെ ജാഗ്രത സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഉഷ്ണം ഒരു ചൂട് വ്യാപിച്ച് തുടങ്ങുന്ന ഒരു സമയമേ ആയിട്ടുള്ളൂ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിപ്പം മാർച്ചിന്റെ ആദ്യ ദിവസങ്ങളാണ്. ഏപ്രിൽ മെയിലോട്ടേക്ക് എത്തുമ്പോൾ ഈ ചൂടിന്റെ കാഠിന്യം കൂടിക്കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് വേവ്സ്, അതായത് ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥ കേരളം ഒട്ടാകെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്കത് വ്യക്തതയോടുകൂടി കാണണം. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ പ്രിവെന്റീവ് മെഷേഴ്സ് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് സത്യമാണ്. കാരണം
ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് എന്ന് പറഞ്ഞു. ഹീറ്റ് സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഹീറ്റ് എക്സോഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് വേവ്സ് തുടർച്ചയായിട്ട് വരുമ്പോഴുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാത്തിനെയും തരണം ചെയ്യുവാൻ നമ്മൾ ആദ്യം പ്രിവെൻഷൻ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. പ്രിവെന്റീവ് മെഷേഴ്സിൽ ഫസ്റ്റ് ഡെഫിനറ്റ്ലി ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പ്രാധാന്യം തന്നെയാണ്. അതിനകത്ത് പ്രാധാന്യം ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എങ്കിലും വാട്ടർ ഇൻടേക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഹീറ്റുമായിട്ട് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നുള്ളത്, എത്രയും പെട്ടെന്ന് തണുത്ത അന്തരീക്ഷത്തിലേക്ക് മാറുക, കൂടുതൽ വെള്ളം കുടിക്കുക, പൊള്ളിയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് ഒരു ചികിത്സയ്ക്ക് എത്തിക്കുക, ഇതെല്ലാം തന്നെയും വളരെയധികം പ്രാധാന്യം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം സ്ഥിരമായിട്ട് കൊച്ചുകുട്ടികൾ പോലും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ചെറിയ കുരുപ്പുകളായിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുക ഹീറ്റുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ. അത്തരം കുട്ടികൾക്ക് വാട്ടർ ഇൻടേക്ക് കൂട്ടുകയും ഫർദർ ഹീറ്റിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തീർച്ചയായിട്ടും നല്ല ചികിത്സ ലഭ്യമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മളിതിനെ ഒരു ചൂട് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും അത്തരം ആൾക്കാരെ ഈ പ്രാഥമിക നടപടി, അതായത് പെട്ടെന്ന് തണുത്ത അന്തരീക്ഷത്തിലേക്ക് മാറ്റുക, കൂടുതൽ വെള്ളം കുടിക്കുക, പൊള്ളിയ ഭാഗങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ മാറ്റി നിർത്തുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കൂടുതൽ അവബോധം ജനങ്ങളിലേക്ക് ഉണ്ട്. പലപ്പോഴും നമുക്ക് തെറ്റായ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞതൊന്ന് പൂർത്തിയാക്കാം. പലപ്പോഴും തെറ്റായ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നുണ്ട്. ഇതൊരു ഈ എല്ലാ അസുഖങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിലുണ്ട്. അതില്ലാതെ തന്നെ വളരെ സയന്റിഫിക് ആയ ശാസ്ത്രീയമായ സന്ദേശങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് എല്ലാ ഭാഗത്തും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതിനെ തീർച്ചയായിട്ടും തടഞ്ഞു നിർത്താൻ കഴിയും. നമ്മുടെ അവയർനെസ് കൂട്ടുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ സുൽഫി ആയാലും അതുപോലെ തന്നെ ഡോക്ടർ കെ.ജി. താരയായാലും ഒക്കെ സൂചിപ്പിച്ചത് തന്നെയാണ്. കേരളം കൊടും വരൾച്ചയിലേക്കും അത്യുഷ്ണത്തിലേക്കും നീങ്ങുന്ന സാഹചര്യം വലിയൊരു ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസ് വഴി ജില്ലാ കളക്ടർമാരുമായി അദ്ദേഹം സംസാരിക്കുന്നു. ഈ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളെ താഴെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന അടിയന്തര സാഹചര്യമാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതിനുള്ള ശ്രമമായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. ഷഹീദ്, ഇപ്പോൾ ഈ വിദഗ്ധരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ചില മണിക്കൂറുകളിൽ ജോലി ചെയ്യാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പരിഹാര മാർഗം. അതിനപ്പുറത്തേക്ക് ആളുകളിലേക്ക് ഇനി വരാൻ പോകുന്ന, ഇതിപ്പോൾ മാർച്ച് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഏപ്രിൽ മെയ് ഇനിയും കിടക്കുന്നു 2 മാസം, മാർച്ച് കൂടാതെ തന്നെ. അപ്പോൾ ഇങ്ങനെ വിട്ടുനിൽക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ നിലയിലേക്കല്ലേ യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ ജനങ്ങളിലേക്ക് ഈ അവസ്ഥയെ എത്തിക്കേണ്ടത്? അതിനുള്ളൊരു ശ്രദ്ധയാണോ മുഖ്യമന്ത്രിയുടെ യോഗത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ശരത്ത്, മുൻകാലങ്ങളിൽ ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വലിയൊരു പ്രളയത്തിന് ശേഷമാണ് ഒരു വേനൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി പ്രത്യാഘാതം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ ഉണ്ട് എന്നുള്ളത് വേണം പറയാൻ. കാരണം പുഴകളിൽ നിന്നും വൻതോതിൽ ജലം ഒഴുകിപ്പോയ സാഹചര്യം, പുഴകൾ നേരത്തെ തന്നെ വറ്റി വരളുന്ന സാഹചര്യം, ഗ്രൗണ്ട് വാട്ടർ ലെവൽ വലിയ തോതിൽ താഴുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വരും മാസങ്ങളിൽ കൂടുതൽ താഴുമെന്നൊരു ആശങ്ക നിലവിലുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം എന്നോണമാണ് ഇപ്പോൾ വലിയ ചൂടിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളില്ലാത്തൊരു അടിയന്തര സാഹചര്യം സർക്കാർ ഈ സമയത്ത് നേരിടുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടവുമായി മറ്റ് വിദഗ്ധരുമായി ആശയവിനിമയം നടത്തി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായ സ്വരൂപീകരണം കൂടി സർക്കാർ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതായത് പൊതുസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും മറ്റ് ഈ നേരത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യാപാര സംഘടനകളുമായും ഹോട്ടൽ ഉടമകളുമായും മറ്റ് സന്നദ്ധ സംഘടനകളുമായും എല്ലാം ഏകോപിപ്പിച്ച് ഇവരുടെ എല്ലാം സഹായം, പ്രത്യേകിച്ചും ഈ വലിയ ചൂടിൽ പൊതുയിടങ്ങളിൽ എത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, അവർക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യം, എന്തെങ്കിലും തരത്തിലുള്ള ആഘാതം ഏൽക്കുകയാണെങ്കിൽ, സൂര്യാതാപം ഉൾപ്പെടെയുള്ള ആഘാതം ഏൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടിയുള്ള സൗകര്യം, ഇത്തരങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വിപുലമായ ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ഇതിന് സർക്കാർ സംവിധാനങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും മറ്റ് വ്യാപാര സംഘടന ഉൾപ്പെടെയുള്ളവരുടെയും സഹകരണം ആവശ്യപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം ജില്ലാ ഭരണകൂടം വഴി ഉറപ്പാക്കാനുള്ളൊരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിൻ്റെ പ്രാഥമികമായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇത് കൃത്യമായി
പാലിക്കുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി മറ്റ് വകുപ്പുകൾ വഴി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഇടപെടൽ ജില്ലാ കളക്ടർമാരുമായി നടത്തുന്നത്. ഈ ഇടപെടലിന് ശേഷം താഴെത്തട്ടിലേക്ക് ഇത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ആ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഷഹീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ നിലകളിൽ പുതിയ പ്രതിസന്ധികളെ, പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ നിലയിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൻ്റെ പ്രസക്തി. ഏതായാലും അത്യുഷ്ണത്തിലേക്കാണ് കേരളം പോകുന്നത്. കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയാണ്. ഇപ്പോൾ തന്നെ ആ നിലയിൽ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം. ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശം വിവിധ വടക്കൻ ജില്ലകൾക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് കൂടി ചേരുകയാണ്. ഡോക്ടർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. സംഭവിക്കാൻ പോകുന്ന അതാണ്. അതുകൂടി കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ വരുന്ന മാസങ്ങളെ മുൻകൂട്ടി പ്രളയത്തെ നേരിട്ടതുപോലെ തന്നെ ഒരു കൊടും വരൾച്ചയെ നേരിടാനുള്ള പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടേ? തീർച്ചയായും ഈ വരൾച്ചയെ നേരിടാനുള്ള പദ്ധതിയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് മഴക്കാലത്താണ്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ മഴക്കാലത്ത് ലഭിക്കുന്ന മഴയെ കൈകാര്യം ചെയ്യുന്നതിലോ ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിലോ നമ്മൾ പലപ്പോഴും ലാഗിങ്ങാണ്. ഇപ്പൊ ജീവജാലങ്ങൾ, മനുഷ്യന്റെ കുടിവെള്ളം പോലെ തന്നെ ജീവജാലങ്ങൾക്ക് ധാരാളം കുടിവെള്ളം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് ആവശ്യമുണ്ട്. ഈ വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് മഴക്കാലമാണ് നമുക്കുള്ളത്. നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ ഈ പ്രളയം ഇപ്രാവശ്യം വന്നതിന് ശേഷം പിന്നെ അധികം ഇടമഴകൾ നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മഴയെ സംരക്ഷിക്കാത്തതും ജലസ്രോതസ്സും സംരക്ഷിക്കാതെ പോകുന്നത് ഇപ്പൊ നമുക്ക് ഉള്ളതിനെ മിച്ചം പിടിക്കുക അല്ലെങ്കിൽ അച്ചടക്കത്തോട് ഉപയോഗിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലെങ്കിൽ മലിനീകരിക്കപ്പെടാതിരിക്കുക എന്നുള്ള പരിപാടികളെ മുന്നിലുള്ളൂ. പക്ഷേ ഒരു ജലസംരക്ഷണം ഇപ്പോൾ പ്രായോഗികമായി അല്ലെങ്കിൽ ഒരു ജലസംഭരണമൊന്നും പ്രായോഗികമല്ല വേനൽക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മൾക്കൊരു ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞൊരു 4-5 വർഷമായി അത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാമല്ലോ. കാരണം ഈ വേനലിന്റെ അനുഭവത്തിൽ നിന്ന് വേണമല്ലോ അത് ആരംഭിക്കാൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ദീർഘകാല പദ്ധതികൾ, അതായത് 2016 150 വർഷങ്ങൾക്ക് ശേഷമുള്ള വരൾച്ച വന്നപ്പോഴും നമ്മൾ ഇതുപോലെ ചർച്ചകൾക്കപ്പുറം ഒരുപാട് മുമ്പോട്ട് പോയില്ല. അവിടെയാണ് പ്രശ്നം. നമ്മുടെ അടിയന്തരമായ മാനേജ്മെന്റ് പരിപാടികളോ കണ്ടിജൻസികളോ സംസ്ഥാന അടിസ്ഥാനത്തിലോ ജില്ലാ ഭരണകൂടമോ ചെയ്യുന്നതിനപ്പുറം ജനങ്ങളെ ആകെ ബാധിക്കുന്ന നിലയിലേക്കുള്ള ദീർഘകാല കർമ്മ പദ്ധതികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളൊക്കെ ഉള്ള രാജ്യ സമൂഹമാണ്. അപ്പൊ അവിടെ വളരെ ഗൗരവമായ ദീർഘകാല പരിപാടികൾ ഉണ്ടാകണം. കാരണം ഇത് ആദ്യ ദിവസമല്ല, 2016 അതുപോലെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നല്ല കാലവർഷം കിട്ടുന്ന നാടാണ്. ഇത്തവണ തുലാവർഷം കുറഞ്ഞതിൻ്റെ പ്രശ്നമുണ്ട്. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും. ഈ മഴക്കുഴി പോലെയുള്ള സംവിധാനങ്ങൾ വ്യാപകമാക്കുക ഈ കാലവർഷകാലത്തും മറ്റുമല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അതായത് ഇനിയിപ്പോ നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, നിലവിലുള്ള ജലസ്രോതസ്സുകൾ പരമാവധി മലിനീകരിക്കപ്പെടാതിരിക്കാനും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുമുള്ള ഒരു അച്ചടക്കവും വിനിയോഗവും കർശനമായ നിയന്ത്രണവും ആവശ്യമുണ്ട്. ഇപ്പോഴും വ്യാപകമായി ചൂഷണം നടക്കുന്നുണ്ട് ഇത് പറയുമ്പോഴും. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം. 2ാമത്തെ ഘടകമാണ് വരുന്ന ചെറിയ മഴ പോലും കിണറുകളിൽ നിറയ്ക്കുക, പരമാവധി കുളങ്ങളിൽ നിറയ്ക്കുക, ഭൂമിയിൽ മഴക്കുഴികൾ പോലെ സംവിധാനങ്ങൾ എടുക്കുക, മരങ്ങൾ പരമാവധി ജലത്തെ പരമാവധി ഭൂമിയിൽ സംഭരിച്ചും ശേഖരിച്ചും വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ള വെള്ളം, നമ്മുടെ കയ്യിലുണ്ടല്ലോ കുറെ ജലസ്രോതസ്സുകളിൽ കിടക്കുന്ന വെള്ളത്തെ പരമാവധി ചൂഷണം ചെയ്യാതെയും അച്ചടക്കത്തോടു കൂടിയും മലിനീകരിക്കപ്പെടാതെയും സൂക്ഷിക്കേണ്ടതും വളരെ അടിയന്തരമായ ഒരു ആവശ്യമാണ് ഈ സമയത്ത്. അതിലൊരു കാര്യം കൂടി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, താങ്കളൊക്കെ സജീവമായി ഇടപെടുന്ന ഒന്നാണല്ലോ കിണർ റീചാർജ് എന്ന് പറയുന്ന പരിപാടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 5000 രൂപ മുതൽ 6000 രൂപ ചെലവ് ഒഴിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യുവാനുള്ള ഓർഡറുണ്ട് ഗവൺമെന്റിന്റെ. ഇത് ട്രിഗർ ചെയ്യപ്പെടുന്നില്ല താഴെ തലങ്ങളിൽ. അതുപോലെ തന്നെ മഴവെള്ള സംഭരണം നിർബന്ധമാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമായി. ഇതും താഴെ തലങ്ങളിൽ നടക്കുന്നില്ല. അപ്പൊ താഴെ തലങ്ങളിലുള്ള ഒരു ജല സംരക്ഷണ, ജലസാക്ഷരത അല്ലെങ്കിൽ ജലത്തിന്റെ വിനിയോഗത്തെ സംബന്ധിക്കുന്ന പുതിയ ചില പരിപാടികൾ ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ പേപ്പറുകളിലും പദ്ധതികളിലുമുണ്ട്. ഏതെങ്കിലും ചെറിയ പദ്ധതികൾ നടത്തുക, ഉദ്ഘാടനം നടത്തുക, പോവുക എന്നതിനപ്പുറം ഒരു ക്യാമ്പയിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇത് കേരളത്തെ ആകെ ബാധിക്കുന്ന നിലയിൽ എല്ലാവരും കൂടി നടപ്പിലാക്കുന്ന നിലയിലേക്കുള്ള ഒരു നേതൃത്വമോ സംവിധാനമോ താഴെത്തലങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പ്രശ്നം വരുമ്പോൾ നമ്മളൊരു കണ്ടിജൻസി മാനേജ്മെന്റിലേക്ക് പോകും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വേറെ ഒന്നിലേക്കാണ് വീണ്ടും പോകുന്നത്.
തീർച്ചയായും കിണർ നിറയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. ചെലവ് വളരെ കുറവാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ധാരാളം പണം അതിനകത്ത് വിനിയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു മേഖലയാണ്. അത് ചെയ്യേണ്ടുന്ന സമയം ഇതാണോ സുഭാഷ് ചന്ദ്രബോസ്? എങ്ങനെ ചെയ്യേണ്ടുന്ന സമയം കിണർ റീചാർജ് എന്ന് പറയുന്ന അതാ ഞാൻ പറഞ്ഞ കിണർ റീചാർജ് മഴ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്. കിട്ടേണ്ടുന്ന മഴ, ഒരു മഴ എപ്പോൾ മഴ പെയ്യുമെന്ന് നമുക്കറിയില്ല. ഈ വേനലിലും ഇന്നലെ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ മഴ പെയ്തിരുന്നു, പലയിടങ്ങളിലും മഴ പെയ്തിരുന്നു. അപ്പൊ മഴ എപ്പോൾ വരുമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ മഴ വരുന്നതിനെ സംഭരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പറ്റിയ സമയമാണല്ലോ ഇപ്പോൾ. ഈ മഴക്കാലത്തേക്കാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവെക്കുക, ഈ കിണർ റീചാർജ് പോലുള്ള മഴ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ പരമാവധി മഴയെ നമുക്ക് സംഭരിക്കാൻ കഴിയും. രണ്ടാമത് ഉള്ളത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. നന്ദി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ KG താര, അതുപോലെ ഡോക്ടർ സുൽഫി ഞങ്ങളോട് സംസാരിച്ചതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും. വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് വിദഗ്ധർ ഇപ്പോൾ പങ്കുവച്ചത്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്.